നമ്മുടെ ഇതിനേക്കാൾ മുമ്പുള്ള പല വീഡിയോസിലും മിഡിൽ ക്ലാസ് ട്രാപ്പിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ സാധാരണ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അവർക്ക് ലഭിക്കുന്ന മാസ വരുമാനത്തിലെ മെജോറിറ്റി പോർഷൻസ് അവരുടെ ജീവിത ചിലവുകൾക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റിവെക്കേണ്ടതായിട്ട് വരാണ്. ഒരു ഇൻവെസ്റ്റ്മെന്റിലോട്ടോ അല്ലെങ്കിൽ ജീവിതത്തെ ലൈഫിനെ മറ്റൊരു ലെവലിലോട്ടോ മാറ്റാൻ അവർക്ക് സാധിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയാം. അതിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്തു വരുന്ന കുറേ മിസ്റ്റേക്കുകൾ, അത് പേഴ്സണൽ ലോണിൻ്റെ രീതിയിൽ ക്രെഡിറ്റ് കാർഡ് യൂസേജ്, അത് പ്രോപ്പറായിട്ട് അറിയാത്തത് കൊണ്ട് ചെയ്യുന്ന അബദ്ധങ്ങൾ, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, ഗവൺമെന്റ് ജോലി കിട്ടിയിട്ടുള്ളവരുണ്ടായിരിക്കും. ജോലി ഗവൺമെന്റിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് അവിടെ ഒരു ഫിക്സഡ് ആണ്. അതുകൊണ്ട് തന്നെ അവരുടെ ദൈനംദിന ചിലവുകൾ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ലൈഫിൽ എന്തെങ്കിലും ചെറിയൊരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ താളം തെറ്റുന്ന ഒരവസ്ഥ, ഇതാണ് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ എപ്പോഴും സംഭവിക്കുന്നത്. സോ ഇങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുടെ ഭാഗത്ത് നിന്ന് എനിക്ക് വരുന്നൊരു റിപ്ലൈ ആണ്. അവരിപ്പോഴും യൂട്യൂബൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കേൾക്കുന്നൊരു വേർഡ് ഉണ്ട്, ഫിനാൻഷ്യൽ ഫ്രീഡം. എന്താണ് ഫിനാൻഷ്യൽ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഫിനാൻഷ്യൽ ഫ്രീഡം ഞങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എന്ത് കാര്യം ചെയ്യണം? സോ റിച്ച് പീപ്പിളിന്റെ കാര്യത്തിലോട്ട് പോകുന്ന സമയത്ത് അവർക്ക് അവരുടെ ദൈനംദിന ആവശ്യങ്ങൾ, ഒരു മാസത്തെ മെയിൻ ആയിട്ടുള്ള ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഈ ഓടി നടക്കേണ്ട ആവശ്യം വരില്ല. അവർക്ക് അവരുടെ പാഷനിലോട്ടോ അല്ലെങ്കിൽ ബിസിനസിന്റെ എക്സ്പാൻഷനോ കുറച്ചും കൂടിയും ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ട്രാവൽ ചെയ്യാം. ഇപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച ഒരു ജോലി ഇല്ലാണ്ട് വെറുതെ ഇരുന്നാലും അവർക്ക് കുഴപ്പമില്ല. അവർക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാനുള്ള പൈസ കിട്ടുന്നുണ്ട്. പാസീവായിട്ടുള്ള പല സോഴ്സസിൽ നിന്ന് ഇൻകം ലഭിക്കുന്നുണ്ടായിരിക്കാം. അവർക്ക് പൈസയുടെ പുറകെ ഓടി നടക്കേണ്ട ആവശ്യമില്ല. സോ ഫിനാൻഷ്യൽ ഫ്രീഡം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെറുതെ ഇരിക്കലല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ജോലിയിലോട്ട് ഏർപ്പെടാനും അതിൽ നിന്ന് ഇൻകം ഉണ്ടാക്കാനും സാധിക്കണം. ദെൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാഴ്ച ഒന്നും ചെയ്യാണ്ടിരുന്നാലും അപ്പുറത്ത് നമുക്ക് നമ്മുടെ മാസത്തിൽ ഉണ്ടാകുന്ന ചെലവുകൾക്കുള്ള ഫണ്ട് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഫിനാൻഷ്യലി ഒരു പരിധിവരെ ഫ്രീ ആണെന്ന് പറയാൻ സാധിക്കുക. അപ്പോൾ ഒരു ഫിക്സഡ് സാലറി ലഭിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ഒരു വ്യക്തിക്ക് ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തിച്ചേരണമെങ്കിൽ അല്ലെങ്കിൽ എപ്പോൾ എത്തിച്ചേരാൻ സാധിക്കും, എങ്ങനെ എത്തിച്ചേരാൻ സാധിക്കും? സോ ഈ ഒരു മാറ്റർ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. സോ ദിസ് ഇസ് കിരൺ CS. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KCS ക്ലാസ്സസ്. അപ്പോൾ മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ള ആൾക്കാർക്കും റിച്ച് ആയിട്ടുള്ള ആൾക്കാര് അനുഭവിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്കൊരു എക്സൽ ഷീറ്റിൻ്റെ ഹെൽപ്പോട് കൂടി കാണാം. ഇപ്പോൾ നിങ്ങളുടെ 20s നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ 30s പ്രോപ്പറായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജിയിലൂടെ നിങ്ങൾക്ക് ഇത് പോസിബിളാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ മന്ത്ലി സാലറി, ഇപ്പോൾ മാസം നമുക്ക് കിട്ടുന്നത് ശമ്പളം എന്ന് പറയുന്നത് 40,000 രൂപയാണ് എങ്കിൽ ഇപ്പം നിങ്ങൾക്ക് മാസം നിങ്ങളുടെ ജീവിതത്തിലുള്ള നിങ്ങളുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ ഞാനൊരു എക്സാമ്പിൾ ഇടാണ്, 25,000 റുപ്പീസാണ് നിങ്ങളുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് വേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ബാലൻസ് 15,000 അവിടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിൻ്റെ ബേസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന എമൗണ്ട് മാറ്റിയിടാം. ഞാനൊരു റഫ് ഫിഗർ ഇട്ടിരിക്കുകയാണ്. സോ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഇയർലി എക്സ്പെൻസസ്, നിങ്ങൾക്ക് മാസം 25,000 രൂപയാണ് ജീവിത ചിലവിന് വേണ്ടിയിട്ട് വേണ്ടേ. നിങ്ങളുടെ ഇയർലി എക്സ്പെൻസസ് അപ്പോൾ വേണ്ടത് 3 ലക്ഷം രൂപയാണ്. ഒരു വർഷം 3 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള അവിടെ ജീവിച്ചു പോകാൻ പറ്റും. ഓക്കെ, സോ എങ്കിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ലഭിക്കണമെങ്കിൽ ഈ മാസം ലഭിക്കുന്ന എമൗണ്ട് 3 ലക്ഷം, അതിൻ്റെ 25x 25 മടങ്ങ് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ സാധിച്ചാൽ മാത്രമേ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടിയെന്ന് ഒരു പരിധി വരെ പറയാൻ സാധിക്കുള്ളൂ. നിങ്ങളുടെ കയ്യിൽ 25 വർഷത്തേക്ക് നിങ്ങൾക്ക് ജീവിക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും
ഫിനാൻഷ്യലി ഫ്രീഡം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ ഒരു എമൗണ്ടിലോട്ട് എങ്ങനെ ആദ്യം എത്തിച്ചേരാൻ സാധിക്കും, ഇതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ എന്താ, നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലോട്ട് എത്തണമെങ്കിൽ ഈ ഒരു എക്സാമ്പിൾ പ്രകാരം അത് 3 ലക്ഷം. അപ്പോൾ അതിൻ്റെ 25x എന്ന് പറയുമ്പോൾ 75 ലക്ഷം രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിലാണ് ഇത് പോസിബിൾ ആവുള്ളൂ. ദെൻ ഈ ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ മാസശമ്പളം, അതുപോലെ തന്നെ അതിൽ വരുന്ന എക്സ്പെൻസസ്, ഇത് ഓരോ വർഷവും ഇൻഫ്ലേഷൻ അനുസരിച്ച് മാറ്റം വരും. ഇത്ര പെർസെൻറ്റേജിൽ 5%, 10% ഒക്കെ അല്ലേ, 2 വർഷം കൂടുമ്പോഴൊക്കെ 3 വർഷം കൂടുമ്പോഴൊക്കെ മാറും. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ടും കൂടും, ശമ്പളവും കൂടും, പ്രൊപ്പോർഷനായിട്ട് കൂടും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിൽ നമ്മളൊരു റഫ് ഫിഗർ വെക്കുമ്പോൾ അതിൽ ഓരോ വർഷം വരുന്ന ഇപ്പോഴുള്ള ശമ്പളം 40,000 രൂപയാണെങ്കിൽ ഒരു 4 വർഷം കഴിഞ്ഞപ്പോൾ അത് 45,000 ആയിട്ട് കൂടി. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങളുടെ എല്ലാത്തിലും ആ ഒരു ചേഞ്ച് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ 75 ലക്ഷം നമുക്ക് കിട്ടിയാൽ മാത്രമേ ആ ഒരു ഫ്രീഡം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ 15,000 റുപ്പീസ് അവിടെ ഇൻവെസ്റ്റ് ചെയ്യാനാണ് അപ്പോൾ നമ്മൾ തീരുമാനിക്കുന്നത്. അത് നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട്, പലതരത്തിലുള്ള മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. റിസ്ക് വലിയ കുഴപ്പമില്ല, അധികം റിസ്ക് ഇല്ലാത്തതും ഏകദേശം ഒരു 12% ഒക്കെ റിട്ടേൺ നമുക്ക് നൽകുന്നതുമായിട്ടുള്ള ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ട് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മൾ ഓൺ ആൻ ആവറേജ് ലോങ് പീരീഡ് ഓഫ് ടൈമിൽ എന്തായാലും ഒരു 12% കിട്ടും. അതിനേക്കാൾ കൂടുതലാവുമല്ലോ ലോങ് പീരീഡ് ഓഫ് ടൈമിലേക്ക് ആകുമ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു 12% റിട്ടേൺ നമുക്ക് ലഭിക്കുകയാണെങ്കിൽ ഈ 75 ലാക്സ് എന്ന് പറയുന്ന ഒരു എമൗണ്ട് നമുക്ക് ഏകദേശം ഒരു 15 വർഷം എടുക്കും. 15 വർഷം എടുക്കും നമുക്ക് ഈ പറയുന്ന 75 ലാക്സിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എന്താ, 15,000 രൂപ നമുക്ക് ഒരു ഇൻഡെക്സ് മ്യൂച്വൽ ഫണ്ടിൽ 12% റിട്ടേൺ ആണ് എങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് ഏകദേശം ഒരു 15 years കൊണ്ട് എത്തിച്ചേരാൻ സാധിക്കുന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 15 വർഷം കൊണ്ട് ഏകദേശം 75 ലക്ഷത്തിലോട്ട് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം 25 വയസ്സാണെന്ന് വയ്ക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രായം എന്ന് പറയുന്നത് 30 വർഷമാണ്, വെച്ചാൽ 30 വയസ്സാണ് എങ്കിൽ 15 വർഷം നിങ്ങൾ പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ആ ഒരു എമൗണ്ടിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. അപ്പോൾ 45 വയസ്സാകുമ്പോൾ നിങ്ങളുടെ ടാർഗറ്റ് നിങ്ങൾക്ക് ഏകദേശം എത്തി എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ആ ഒരു എമൗണ്ടിലോട്ട് നിങ്ങൾ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, അപ്പോൾ നമ്മളിപ്പോൾ എത്രയിലെത്തി, ഇപ്പോൾ 45 വയസ്സായി നിങ്ങൾക്ക് 15 വർഷം കഴിഞ്ഞപ്പോൾ. സോ ആ 75 ലാക്സിനെ നിങ്ങൾ എങ്ങനെ ഇനി യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഓൺ ആൻ ആവറേജ് നമുക്ക് എന്തായാലും ഈ പറയുന്ന 12%-നേക്കാൾ കൂടുതലേ കിട്ടാനുള്ള സാധ്യതയുള്ളൂ ലോങ് പീരീഡ് ഓഫ് ടൈമിലൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ 50%, ഇതിൻ്റെ 50% എന്ന് പറയുമ്പോൾ ഈ 74 ലക്ഷം അല്ലെങ്കിൽ 75 ലക്ഷത്തിൻ്റെ ഏകദേശം ഒരു പകുതി എമൗണ്ട് നമ്മൾ ഫോർ എ പീരീഡ് ഓഫ് 8 years 8 വർഷം അതിൻ്റെ പകുതി എമൗണ്ട് നമുക്ക് ഇനി വരാൻ പോകുന്ന 8 വർഷത്തേക്ക് നമ്മുടെ ചെലവിന് വേണ്ടിയിട്ട്, മാസവരുമാനം നമ്മൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിലും മാസം നമുക്ക് വേണ്ട എക്സ്പെൻസസിന് വേണ്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും. പകുതി എമൗണ്ട് അതിന് വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ഫോർ എ പീരീഡ് ഓഫ് 8 years നമ്മൾ എന്ത് ചെയ്യാണ്, ഈ 75 ലക്ഷത്തിൻ്റെ പകുതി യൂട്ടിലൈസ് ചെയ്യാണ്. അപ്പോൾ പെർ മന്ത് നമുക്ക് ഏകദേശം 40,000 രൂപയുടെ അടുത്ത് നമുക്ക് എന്ത് ലഭിക്കും, നമ്മുടെ കയ്യിലുണ്ടായിരിക്കും ചെലവിന് വേണ്ടിയിട്ട്. ഇനി ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 8 വർഷത്തേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാണ്. ലംസമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻവെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ പകുതി നമ്മൾ നമ്മുടെ ചെലവിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു. അപ്പോൾ മാസം നമുക്ക് ചെലവിനുള്ള പൈസയായി. പിന്നെ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും നമുക്ക് അഡീഷണലാ, നമുക്ക് ടെൻഷനില്ല. ദെൻ ബാലൻസ് എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവെസ്റ്റ് ചെയ്യുന്നു ലംസമായിട്ട്. അപ്പോൾ 8 വർഷം നിങ്ങൾ ഈ പറയുന്ന ഏകദേശം 12% റിട്ടേണിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 92 ലക്ഷത്തി ഈ 12% റിട്ടേൺ ലഭിക്കുമ്പോൾ മിനിമം അത്ര കിട്ടും. ഓക്കെ, 92 ലക്ഷത്തി സംതിങ് എമൗണ്ടിലോട്ട് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ എഗെയിൻ ആ 37 ലാക്സ് സംതിങ് എമൗണ്ട് എന്ന് പറയുന്നത് 92 ലാക്സിലോട്ട് എത്തിച്ചേർന്നു.
അപ്പോഴേക്കും നിങ്ങളുടെ പ്രായം 8 വർഷം കഴിഞ്ഞുല്ലോ. ഇപ്പോൾ ഏകദേശം 53 അല്ലേ, ആ ഒരു ഏജ് ആയിട്ടുണ്ടാവാം. ദെൻ നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, യു കണ്ടിന്യൂ ദിസ് പ്രോസസ്. ഈ 92 ലാക്ക് സംതിങ്ങിൻ്റെ 50% എഗെയിൻ നമുക്ക് എടുക്കാം. നിങ്ങളുടെ എക്സ്പെൻസിന് വേണ്ടിയിട്ട് ആ ഒരു എമൗണ്ട് യൂസ് ചെയ്യാം. പകുതി എന്ന് പറഞ്ഞാൽ പെർ മന്തിന് നിങ്ങൾക്ക് 48,318 രൂപ. അപ്പോൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ അനുസരിച്ച് നമ്മുടെ എമൗണ്ടും അവിടെ കൂടി വരാണ്. 48,000 സംതിങ് എമൗണ്ട് നമുക്ക് മാസം നമ്മുടെ ചെലവിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാം. ഈ ബാലൻസ് എമൗണ്ട് അല്ലെങ്കിൽ ബാലൻസ് പകുതി നമ്മൾ എഗെയിൻ എന്ത് ചെയ്യുന്നു, വരാൻ പോകുന്ന 8 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് 8 years ആകുമ്പോഴേക്കും അതിൻ്റെ എമൗണ്ട് ഏകദേശം 1,15,00,000 അടുത്ത് അവിടെ വരാണ്. സോ നമുക്കത് വീണ്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ഈ സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന പരിപാടി, നമ്മൾ ആ വേർഡ് അല്ലെങ്കിൽ ആ സെൻറ്റൻസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, ഒരറ്റവും മറ്റൊരറ്റവും കുട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ട് അല്ലെ പെടാപ്പേട് പെടുന്ന മലയാളികൾ, മിഡിൽ ക്ലാസ് ട്രാപ്പ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു പരിപാടിയിൽ നിന്ന് നമുക്ക് കര കയറാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ജോലി കിട്ടിയിട്ട് ജസ്റ്റ് കയറിയിട്ടുള്ളൂ എങ്കിൽ നിങ്ങളിത് ഏർലി നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിത് ഈസിലി പോസിബിളാണ്. നിങ്ങൾക്ക് 25 വയസ്സാ ഇപ്പോൾ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ പാഷൻ്റെ പിന്നാലെ നിങ്ങൾക്ക് പോകണമെങ്കിൽ നല്ല രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഇത് പോസിബിളാണ്. നിങ്ങളിത് വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ നോക്കിയേ. എഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നു, പകുതി എമൗണ്ട് എടുക്കുന്നു. ഇപ്പോൾ 1,14,00,000 സംതിങ് എമൗണ്ട് കിട്ടുന്നു. എഗെയിൻ അതിൻ്റെ 50% എന്ന് പറയുമ്പോൾ 57 ലക്ഷം നമ്മുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് 8 വർഷത്തേക്ക് നമുക്ക് എന്താ മാസം 59,000 60,000 രൂപയുടെ അടുത്ത് നമുക്ക് എടുക്കാം. 57 ലക്ഷം നമ്മൾ വീണ്ടും 8 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് 1,42,00,000 കൂടും. എഗെയിൻ ആ 1,42,00,000 പകുതി നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നു. ബാക്കി എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങളുടെ ശമ്പളം എത്രയാണോ അതനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഞാൻ മാസവരുമാനം 40,000 രൂപ പറഞ്ഞു. ദെൻ ഇതിൽ നിങ്ങളുടെ മാസത്തിലുള്ള ചിലവുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ 25,000 രൂപയാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ മാസം നിങ്ങൾക്ക് ഇപ്പോൾ 30,000 രൂപയുടെ ചിലവുണ്ട്. 10,000 രൂപയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളൂ, ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സിനാരിയോ മാറി. അപ്പോൾ എന്താണ്, 3,60,000 രൂപ ഇയർലി എക്സ്പെൻസസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്രീഡത്തിലോട്ട് എത്തിച്ചേരണമെങ്കിൽ 90 lakhs വേണം. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് ജസ്റ്റ് 10,000 രൂപ. അപ്പോൾ ഈ എമൗണ്ടിലോട്ട് 90 lakhsലോട്ട് എത്തണമെങ്കിൽ നിങ്ങൾ ഏകദേശം 19 വർഷം അല്ലെങ്കിൽ 20 വർഷത്തിൻ്റെ 19-20 വർഷത്തിൻ്റെ ആ ഒരു ടൈം എടുക്കുന്നുള്ള 20 years എടുക്കും ഈ ഒരു ഇതിലോട്ട് നിങ്ങൾ എത്തിച്ചേരണമെങ്കിൽ. 19 വർഷം കഴിയുമ്പോഴേക്കും 19.5 വർഷമൊക്കെ ആകുമ്പോൾ. ഓക്കെ, സോ അതിനുശേഷം അതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു 50% ഇൻവെസ്റ്റ് ചെയ്യുക, 50% നിങ്ങൾ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. നിങ്ങൾക്കും ഇത് പോസിബിളാണ്. അപ്പോൾ നിങ്ങളുടെ ശമ്പളം എത്രയും ആകട്ടെ, അതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഇതൊക്കെ പോസിബിളായിരിക്കും. അതുകൊണ്ട് ഫിനാൻഷ്യൽ അവെയർനെസ്സാണ് എപ്പോഴും വേണ്ടത്. ഫിനാൻഷ്യൽ ഡിസിപ്ലിനിലൂടെ നിങ്ങൾക്കും ഈ മിഡിൽ ക്ലാസ് ഫാമിലി ട്രാപ്പിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഒരു കൺസെപ്റ്റ്. സോ നെക്സ്റ്റ് ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ടായിരിക്കും. നമ്മുടെ ലൈഫിൽ ഒരുപാട് ആവശ്യങ്ങളുണ്ടായിരിക്കും. എഡ്യൂക്കേഷൻ അല്ലേ, പർപ്പസിന്, കുട്ടികളുടെ അവരുടെ കല്യാണം, വീട് വെക്കൽ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കോർപ്പസ് ഇങ്ങനെ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും അത് യൂസ് ചെയ്യാൻ സാധിക്കും, അതിൽ നിന്ന് എമൗണ്ട് എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ എപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നു, ജോലി കിട്ടുന്നു, നിങ്ങളിങ്ങനെ ഒരു കോർപ്പസ് ബിൽഡ് ചെയ്ത് ഈ ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡം കിട്ടുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത് അഡീഷണൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത്രത്തോളം പാസീവ് ഇൻകം ലഭിക്കും. ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടുന്നതാണ്. ബട്ട് കേരളത്തിലുള്ള മെജോറിറ്റി ആൾക്കാരുടെ അവസ്ഥ എന്ന് പറയുന്നത് ഫിക്സഡ് ഇൻകം ആണ് മാസം ഉണ്ടാകുന്നത്.
സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായവും നിങ്ങളുടെ നിർദ്ദേശങ്ങളും എന്താണെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ വരും വീഡിയോസിൽ നിങ്ങളുടെ ആവശ്യങ്ങളനുസരിച്ചിട്ടുള്ള പുതിയ ഐഡിയാസും മറ്റു കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസ് വരുന്നതായിരിക്കും. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.